my angels. എന്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അങ്ങനെ നമ്മളൊരു ഒന്നൊന്നര ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഒരു ഒന്നൊന്നര ആഴ്ചത്തെ ബ്രേക്കിന് ശേഷമാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. അതിന് മോന് ഉണ്ണിക്കുട്ടിക്ക് പരീക്ഷയായിരുന്നു ഒരു 6-7 ദിവസമായിട്ട്. അപ്പൊ അതിന്റെ തിരക്ക് കാരണം ഞാൻ ഓർത്ത് ഒന്ന് അവനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ശരിയാവില്ല. വലിയ വലിയ ക്ലാസ്സിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാവില്ല. ഇപ്പൊ അവൻ 4th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. അപ്പൊ അവന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനൊരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ ഓണം കണ്ടന്റും അങ്ങനത്തെ പല കാര്യങ്ങളും ബാക്ക് ടു ബാക്ക് പൊക്കോണ്ടിരുന്നല്ലേ. അപ്പൊ ഐ തോട്ട് ലൈക്ക് എനിക്കും ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് അതിന്റെ പിന്നിലെ റീസൺ. അപ്പോ നമുക്ക് ഇനി പയ്യെ നമ്മളുടെ ബാക്ക് ഓൺ ട്രാക്ക് ആകാം എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ ഞാൻ കുറച്ചില്ല അങ്ങനെ ജിം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക്ഔട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒബ്വിയസ്ലി തമ്മിലുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുക എന്നുള്ളത്. അപ്പൊ ആക്ച്വലി ഞാനൊരു 1 ഇയർ ലൈക്ക് മോർ ദാൻ 1 ഇയർ ആയിട്ട് ഇപ്പോ ലൈക്ക് വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ന്യൂ കമ്മർ ആണെന്ന് തന്നെ പറയാം. 1 ഇയർ എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമല്ല അല്ലെ. ആൾക്കാർ എത്ര കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് 10-12 വർഷങ്ങൾ 15 വർഷങ്ങളൊക്കെ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കിരണൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു 10-12 വർഷങ്ങളായിട്ടുണ്ടാവും. പണ്ട് മുതലേ കോളേജ് ഒക്കെ മുതലേ വർക്ക്ഔട്ട് ചെയ്യണല്ലേ. അപ്പൊ അങ്ങനെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ന്യൂ കമ്മർ ആണ്. അപ്പൊ ന്യൂ കമ്മർ ആയിട്ടുള്ള എനിക്ക് അതായത് വെറും 1 ഇയർ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് എന്തുകൊണ്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള കുറച്ച് റീസൺസ് ആണ് ഇന്ന് ഞാൻ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോ ഞാനിന് ജിം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരിന് മോട്ടിവേഷണൽ ടോക്ക് പറയാൻ പറ്റുമോ ചേച്ചി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ജിമ്മിലേക്ക് പോകാനുള്ള മോട്ടിവേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ജിമ്മിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തോട്ട് ലൈക്ക് വൈ നോട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാന്ന് വിചാരിച്ചാൽ ഓൾസോ എനിക്ക് ഈ കാര്യം സംസാരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അത് സംസാരിച്ച സമയം കണ്ട് ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെയ്തത്. വെയിറ്റ് ലോസ് പറയാറുണ്ട്. സ്ഥിരം വരുന്ന കമന്റ് ആണ് വെയിറ്റ് ലോസ് ജേർണി ഇതിനെ പറ്റിയിട്ടായിരുന്നു. ഞാൻ ഓൾറെഡി വെയിറ്റ് ലോസ് എങ്ങനെയാണ് ചെയ്തെന്നുള്ളതിനുള്ള ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ 3 months ആയിട്ട് പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലുള്ള ഡയറ്റ് നോക്കുന്നുണ്ട്. ബിക്കോസ് എനിക്ക് പേഴ്സണൽ ട്രെയിനിന്റെ കൂടെ എനിക്ക് ഡയറ്റ് തന്നിട്ടില്ല. അപ്പൊ എന്റെ തരത്തിലുള്ള ഡയറ്റ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഐ തിങ്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ഇറ്റ് ഹാസ് ഹെൽപ് മീ എ ലോട്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നന്നായിട്ട് വെയിറ്റ് ലോസിനെക്കാളും ബോഡി ഇഞ്ചസ് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പരിപാടി തുടങ്ങിയപ്പോൾ I was 70 kg. ഞാൻ 5 feet 6 inches ആണ് ടോള്. അപ്പൊ ഞാൻ 70 kg സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ 66. അപ്പൊ 4 കിലോ ആണ് എനിക്കൊരു 3.5 മാസത്തിനുള്ളിൽ കുറഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് പൊതുവേ കുറച്ച് വെയിറ്റ് കുറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾസോ വൺ മോർ തിങ് ഇസ് ലൈക്ക് നമ്മൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും മസിൽ മാസ് ഇൻക്രീസ് ചെയ്യും. സോ അത് ഒരു റീസൺ ആണ് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് വെയിറ്റ് കുറയാത്തത്. അപ്പൊ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ്ങും അങ്ങനത്തെ കാര്യമായിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും മസിൽ മാസ് നമുക്ക് കൂടുന്നത് കൊണ്ട് ഒരു റീസൺ ആണ് എന്റെ കാര്യത്തിൽ. എനിക്ക് അല്ലെങ്കിൽ കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്റെ ഒരു നോർമൽ വെയിറ്റ് ആണ്, 66-65 എന്നൊക്കെ പറയുന്നത്. നമ്മൾ സെക്കൻഡ് ഡെലിവറിക്ക് മുന്നേ I was 65. അപ്പൊ ഞാനിപ്പോ എന്റെ ഓൾമോസ്റ്റ് എന്റെ പ്രീ പ്രഗ്നൻസി വെയിറ്റിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ കല്യാണത്തിന് മുന്നിലുള്ള ആ ഒരു വെയിറ്റ് ആണ് എന്റെ ഗോള്. അത് 62 ആയിരുന്നു. അത് വരെ എത്തിച്ചാൽ കൊള്ളാന്നുണ്ട്, ഇല്ലെങ്കിലും ഐ എം വെരി ഹാപ്പി. പക്ഷെ എനിക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നേക്കുന്നത് ഇഞ്ചസിലാണ്. അതായത് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഡെനിമിന്റെ സൈസ് വാസ് 32 ആൻഡ് നൗ ഇറ്റ് ഇസ് 28. ആൻഡ് ഡ്രസ്സിന്റെ സൈസ് എല്ലാം ലാർജ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് മീഡിയത്തിന്റെയും സ്മോളിന്റെയും ഇടയിലുള്ള സൈസ് മതി. അതായത് സ്മോൾ ആയ ഒരു ഇച്ചിരി ടൈറ്റ് ആവും, മീഡിയം ഭയങ്കര ലൂസ് ആണ്. സോ സംവെയർ ഇൻ ബിറ്റ്വീൻ മീഡിയം ആൻഡ് സ്മോൾ. പക്ഷെ സ്മോൾ നന്നായിട്ട് എനിക്ക് പോകും കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. സ്മോളിലേക്ക് നന്നായിട്ട് പോകും. സോ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഐ എം സോ ഹാപ്പി എന്റെ ഇത്. അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വൈ യു ഷുഡ് വർക്ക് ഔട്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമല്ല. ആൾക്കാർ ടേക്കൺ ആസ് ഗ്രാൻഡഡ് എടുക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ജിമ്മിൽ പോയാൽ മസിൽ വയ്ക്കും, ആണുങ്ങളെ പോലെയും. അതൊക്കെ വളരെ തെറ്റിദ്ധാരണയാണ് കേട്ടോ. നമ്മൾ എത്രയൊക്കെ വർക്ക്ഔട്ട് ചെയ്താലും അവരെ പോലത്തെ ജിം ആൻഡ് ബോഡി ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് കുറച്ച് മസിലൊക്കെ വെച്ചതൊന്നും അല്ലാണ്ട് ആണുങ്ങളുടെ പോലത്തെ ബോഡി ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ഞാൻ 1 വർഷത്തോളം ജിമ്മിൽ പോയിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, എന്തുകൊണ്ട് ഞാൻ എല്ലാവരെയും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്തുള്ള കുറച്ച് റീസൺസ് ആണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് റീസൺ ഇസ് നമ്മുടെ എനർജി ലെവൽ അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണേ മുന്നേ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു തളർന്ന മട്ടാണ്, എപ്പോഴും ഒരു എനർജി കുറവാണ്, എപ്പോഴും നമ്മളൊരു ലേസി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ബട്ട് വൺസ് വി സ്റ്റാർട്ട് ഡൂയിങ് വർക്ക്ഔട്ട്, അത് എന്ത് സോർട്ട് ഓഫ് വർക്ക്ഔട്ട് ആയിക്കോട്ടെ, ഇത് മാത്രമല്ല പറഞ്ഞത്. ബിക്കോസ് ഞാൻ പണ്ട് കഴിഞ്ഞ മുന്നേ യോഗ ചെയ്തിട്ടുണ്ടെന്നതാ.
യോഗ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇപ്പോ ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് എനർജി ലെവൽ അടിപൊളിയായിരിക്കും. നമുക്ക് ആ ഉച്ചയ്ക്കുള്ള ഒരു ഉറക്കച്ചടവ് അല്ലെങ്കിൽ ഒരു ഉറക്കം തൂങ്ങൽ അല്ലെങ്കിൽ ഒരു തളർച്ച അതൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ വി ആർ വെരി എനർജറ്റിക്. നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ചാടി ചാടി നിൽക്കും എന്ന് പറയില്ലേ, അതാണ് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയ ആ ഒരു വ്യത്യാസം. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ നമ്മുടെ എനർജി ലെവല് ചടപടയെന്ന് അങ്ങോട്ട് ഹൈ ആവും. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവല് ഇങ്ങനെ അങ്ങോട്ട് ഉയരും. മനസ്സിലായി, ആശാനങ്ങ് ലോ ലെവല് ഹൈ ലെവലായിരുന്നു, ലോ ലെവല് നിൽക്കുന്ന ആളാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പോ നിങ്ങൾ എന്നെ ക്ലോസ് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒത്തിരി നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വരാറുള്ള കമന്റ് ആണ് റിഗാർഡിങ് മൈ ഡ്രസ്സിങ്. കുറെ ആൾക്കാർ പറയാറുണ്ട്, ചേച്ചി പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറുണ്ട്, ആ ഡ്രസ്സ് ഇടാറുണ്ട്, ഈ ഡ്രസ്സ് ഇടാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രസ്സിങ് ഇസ് ചോയ്സ്. സെക്കൻഡ് തിങ് ഇസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി നമ്മൾ വിചാരിക്കുന്ന പോലെ ടോൺഡ് ആൻഡ് നല്ല അടിപൊളി സെറ്റ് ആയി വരുമ്പോഴത്തേക്കും വി ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ് ടു വെയർ എനി ഡ്രസ്. അതാണ് സത്യം. ഓക്കെ, ഒരു പോയിന്റിൽ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയത്, പ്രത്യേകിച്ച് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ഡ്രസ് ഇട്ടാലും ചേരത്തില്ലായിരുന്നു. ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ടാ ബ്ലൗസ് മാതിരി അല്ലെങ്കിൽ ബ്രാ മാതിരി കയറി പോകും, ഡെനിംസ് ഇട്ടാ ഹൈവേസ് ഡെനിംസ് ഇട്ടാ ഗർഭിണി മാതിരി ഇരിക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ സമയത്ത് നമ്മൾ എന്തുതരം ഡ്രസ്സസ് ഇട്ടാലും ഒരു ഭംഗി ഉണ്ടാവാത്ത മാതിരി എനിക്ക് തോന്നുമായിരുന്നു. എനിക്ക് അറിയത്തില്ല മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു. പക്ഷെ നമ്മുടെ ബോഡി വെയിറ്റ് കുറഞ്ഞ് ഇഞ്ച് കുറഞ്ഞ് നമ്മൾ ടോൺഡ് ആവുമ്പോഴത്തേക്കും നമുക്ക് എവിടെ നിന്നാണെന്നറിയില്ല എന്ത് ഡ്രസ് ഇടാൻ ഒരു കോൺഫിഡൻസ് കിട്ടും. ദാറ്റ് ഈസ് അമേസിങ്. ആൻഡ് ഓൾസോ നമ്മളെ തന്നെ ക്യാരി ചെയ്യുന്ന രീതി, അത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങും. ആൻഡ് ഒരു 3-4-5 പേരുടെ കൂടെ നമ്മൾ നിൽക്കുവാണെങ്കിൽ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ആയിട്ട് ഫീൽ ചെയ്യണം മാതിരി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഡ്രസ് സെൻസ് മാറിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പ്യോർലി ബിക്കോസ് ഓഫ് ജിം അല്ലെങ്കിൽ എന്റെ വർക്ക്ഔട്ട് കാരണം എനിക്കുണ്ടായ വ്യത്യാസം കാരണമാണ് എനിക്ക് ഏത് ഡ്രസ് ഇടാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് എനിക്ക് ഡ്രസ്സസ് അങ്ങനെ പലതും ട്രൈ ഔട്ട് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കൂ, ഒരു 7 വർഷമോ 8 വർഷമോ മുന്നേ പോലെ ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നതാണോ നിങ്ങൾ? അല്ല, നിങ്ങളത് മാറ്റും ഡെഫിനറ്റ്ലി. പല ചേഞ്ചസ് നമ്മൾ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ കൊണ്ടുവരും. പ്രത്യേകിച്ച് ഞാനിവിടെ ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിൽ താമസിക്കുന്ന എനിക്ക് ഈ എന്ത് ഡ്രസ് ഇട്ട് നടന്നാലും ഒരാൾക്ക് ഒരു കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. അപ്പം ലൈക്ക് നമുക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ ഇടാം. സോ അതൊന്നും ബോദർ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലത്തെ ആരെയും ബോദർ ചെയ്യാത്തയും ആരുടെ ഡ്രസ്സിംഗ് സെൻസിൽ കയറി കൈയിടാത്തത്തോളം കാലം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടത്തെ ആളായിട്ട് നിൽക്കുക. എന്റെ കോൺസെപ്റ്റേ പണ്ടേ അങ്ങനെയാണ്. പാമ്പിന് തന്നെ നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തന്നെ അറിയില്ലേ, അത് തന്നെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഹാഷ് ബൂഷ് ആണെങ്കിൽ ഐ വിൽ ഈസിലി മേർജ്, ഞാൻ അവരുടെ കൂടെ അങ്ങനെ ഹാഷ് ബൂഷ് ആവും. സോ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് എന്റെ ബോഡിയിൽ വന്ന ഡിഫറൻസ് ആണ്. ആൻഡ് ഓൾസോ കുറച്ച് ആളുടെ കൂടെ നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിന്ന് നമ്മൾ വർത്താനം പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാം നമ്മൾ അടിപൊളിയാണ്, നമ്മൾ സൂപ്പർ ആണെന്ന്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആണ് മെയിൻ സംഭവം. തേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടാൻ തുടങ്ങും. ജിമ്മിൽ പോയി തുടങ്ങണേ മുന്നേ എന്റെ സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിരുന്നു. ഞാനൊരു 3:30, 2 മണി 3 മണി ഈ ഒരു സമയത്തൊക്കെയാണ് ഉറങ്ങിയിരുന്നത്. ബിക്കോസ് എനിക്ക് എന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ടാവാറില്ല, എനിക്ക് ഉറക്കം വരാറില്ല. അന്നും ഇന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവ് ആണ്. അന്നും സാധനങ്ങൾ കാണാനുണ്ട്, ഇന്നും നമുക്ക് സാധനങ്ങൾ കാണാനുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്കങ്ങനെ പ്രോപ്പർ ആയിട്ട് ഉറക്കമില്ല. ഞാനൊരു 2:30, 3:30 മണിക്കൊക്കെയാണ് കിടന്ന് ഉറങ്ങാറുള്ളത്. എണീക്കുന്നത് ഒരു 8:30 മണിക്കാണ് എണീക്കുന്നത്. അപ്പോഴും എനിക്കറിയാം മൊത്തത്തിലൊരു എന്നും നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് ഒരു ഉറക്ക പ്രശ്നം നമ്മളെ ബോദർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ എനിക്ക് നേരത്തെ ഉറങ്ങാനും പറ്റുന്നുണ്ടെന്നില്ല. വൺസ് വി സ്റ്റാർട്ട് ഡൂയിങ് എന്ത് കൈൻഡ് ഓഫ് വർക്ക്ഔട്ട് ആയിക്കോട്ടെ, യോഗയോ ജിമ്മോ സൂമയോ എന്തോ ആയിക്കോട്ടെ, എന്ത് ചെയ്യാനാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ സെറ്റ് ആവും കേട്ടോ. എനിക്ക് ഇപ്പൊ ഒരു മാക്സിമം ഒരു 11:30 അതിന്റെ അപ്പുറത്തേക്കൊന്നും എനിക്ക് കണ്ണും തുറന്നൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് 11:30 തന്നെ ലേറ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് 6 o'clock എണീക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അപ്പോഴും ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നമ്മൾ പാടി ഡാൻസും കളിച്ച് പാട്ടും പാടി ഒക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും പിള്ളേരെ ഉറക്കാൻ കിടത്തലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എങ്ങനെ എന്നാലും 11 o'clock എങ്കിലും ആവാറുണ്ട്. പക്ഷെ ആ ഒരു 2:30 വരെ 3:30 വരെ ഇരിക്കുന്ന പരിപാടിയൊക്കെ മാറി നമുക്കൊരു പ്രോപ്പർ സ്ലീപ്പ് സൈക്കിളിലേക്ക് ഈസിലി നമുക്ക് വരാൻ വേണ്ടി പറ്റും, നമ്മൾ ഏത് സോർട്ട് ഓഫ് വർക്ക്ഔട്ട്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്സും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്ട്രെസ് ലെവൽസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയും എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ അധികം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ
പോകുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ജിമ്മിൽ പോകണം, ജിമ്മിൽ പോകുമ്പോൾ എനിക്ക് ഹാപ്പി ആവും, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്കുള്ളത്. ആൻഡ് ഓൾസോ ജിമ്മിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചില്ലാവാറുണ്ട്. മേ ബി അത് തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു സ്ട്രെസ് ലെവല് നമ്മൾ വർക്ക്ഔട്ട് എനി സോർട്ട് ഓഫ് വർക്ക്ഔട്ട്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് കുറയും എന്നുള്ളത് ഭയങ്കര ട്രൂ ആണ്. എന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ സത്യമാണ്. എനിക്ക് ഒരു ദിവസം ജിമ്മിലേക്ക് പോവാതിരിക്കണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സ്ട്രെസ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഐ എം സോ ഹാപ്പി, ഐ എം സോ എനർജറ്റിക്, ഐ എം സോ അടിപൊളി ത്രൂ ഔട്ട് ദ ഡേ. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഒക്കെ നമുക്ക് ഒരു തരത്തിലോ മറ്റൊരു തരത്തിലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഞാൻ ഇപ്പൊ പോകുന്ന ജിമ്മിൽ ഐ ഹാവ് വെരി ഗുഡ് ഫ്രണ്ട്സ്. നമുക്ക് നല്ലൊരു ജിമ്മാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, നമുക്ക് പോകാൻ തന്നെ തോന്നും അവിടെ. അങ്ങനെയും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പോകാനുള്ള ടെൻഡൻസിയും വരും. ആൻഡ് നമുക്ക് ആ രാവിലെയാണ് ഞാൻ പോകുന്നത്. ഇപ്പൊ രാവിലെ പോകുമ്പോഴത്തേക്കും ഐ ഫീൽ സോ ഹാപ്പി. നമുക്ക് രാവിലെ തന്നെ നമുക്ക് ഗുഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ പോസിറ്റീവ് നോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പല സോർട്ട് ഓഫ് സ്ട്രെസ്സസ് ഒക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എനി സോർട്ട് ഓഫ് വർക്ക്ഔട്ട്സ്, ഇഫ് നിങ്ങൾ അത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യലി അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നതാണ് പറയുന്നത്. അപ്പൊ എന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ ആംബിവേർട്ട് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഒരു കാറ്റഗറിയാണ്. ആൻഡ് പൊതുവേ എന്റെ അടുത്ത് ജിമ്മിലുള്ള പല ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലായിടത്തും ജിമ്മിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഹലോ 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 എല്ലാവർക്കും ഹലോ കൊടുത്തിട്ടാണ്. അതായത് നമ്മൾ കുറച്ച് നാളായിട്ട് സ്ഥിരം കാണുന്ന ആൾക്കാർക്കൊക്കെ ഹായ് കൊടുത്ത് ഗുഡ് മോർണിംഗ് കൊടുത്തിട്ടാണ് ഞാൻ എന്റെ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ചില ആൾക്കാരൊന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, പൊതുവേ ജിമ്മിൽ എല്ലാവരും വരുമ്പോഴത്തേക്കും അങ്ങനെ എല്ലാവരോടൊന്നും സംസാരിക്കാറില്ല. എല്ലാവരും വന്ന് വർക്ക്ഔട്ട് ചെയ്യും പോകും. പക്ഷെ ഐശ്വര്യാണ് അങ്ങനെ എല്ലാവരുടെ വന്നിട്ട് ഹായ് പറയാ, ഗുഡ് മോർണിംഗ് പറയാ, സുഖാണോ, ഹൗ വാസ് യുവർ വീക്കെൻഡ് ഇങ്ങനെ ചോദിക്കണം എനിക്ക് പറയാറുണ്ട്. അപ്പൊ എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കും. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ഇസ് ലൈക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന വെച്ചാൽ രാവിലെയാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്, നമ്മുടെ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഡേന്റെ കിടപ്പ് വശം നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത് ജിമ്മിൽ നിന്നാണ്. സോ എനിക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കാറുണ്ട്, ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നല്ലൊരു ഒരു കമ്മ്യൂണിറ്റി അവിടെ ബിൽഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ സക്സസ്ഫുൾ ആണെന്നാണ് എന്റെ വിചാരം. അപ്പൊ എനിക്ക് മനസ്സിലാക്കി നമ്മളിപ്പോ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഗ്രൂപ്പ് വർക്ക്ഔട്ട്സ് ഒക്കെ ട്രൈ ചെയ്ത് നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ആ ഒരു സോഷ്യലി ആക്റ്റീവ് ആവാനും വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇച്ചിരി സഭാകമ്പമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഗ്രൂപ്പ് വർക്ക്ഔട്ട്സ് ട്രൈ ചെയ്ത് നോക്കുക, കുറേയൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരും കേട്ടോ. നെക്സ്റ്റ് പറയുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഐ തിങ്ക് എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് ഇത് കുറച്ച് എവിഡന്റ് ആണ്. നമ്മുടെ സ്കിന്നിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയും, ഒരു ബ്ലഷോ അല്ലെങ്കിൽ നമ്മളൊരു ഫൗണ്ടേഷനോ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നിറയെ വെള്ളം കുടിച്ച മാതിരി, നമ്മൾ നിറയെ വർക്ക്ഔട്ട് ചെയ്ത മാതിരത്തെ ഗ്ലോ ആണെന്ന്. ദാറ്റ് ഈസ് റിയൽ. അതായത് നമ്മുടെ ആ ഒരു വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഗ്ലോ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ ഗ്ലോ തന്നെയാണത്, പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യണത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക ഒരു ഗ്ലോയും ഒരു തിളക്കവും ഒക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങും. അടിപൊളിയല്ലേ? നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസിൽ നല്ല ട്രാൻസ്ഫോർമേഷൻ വരും. ഞാനത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ആയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജിമ്മിൽ പോയി തുടങ്ങണേ മുന്നേ എന്റെ ഫേസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹൗ മൈ ഫേസ് ഇസ് നൗ. അതായത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഒരു 1 മന്തോ അല്ലെങ്കിൽ 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 to 7 months ശേഷം എന്റെ ഫേസിൽ വന്ന വ്യത്യാസം ഞാൻ റീൽ ആയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വേണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതായത് എന്റെ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എന്താ പറയാ, ഒരു ആസാമീസ്, ജാപ്പനീസ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഫീച്ചേഴ്സ് ഉള്ള ഫേസ് ആണ്. അതിന്റെ കൂടെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്റെ ഫേസ് വന്നിട്ട് എന്റെ കണ്ണൊക്കെ ഭയങ്കര ചെറുതിന്റെ കവളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് കണ്ണുണ്ടോ ഇല്ലേ എന്നുള്ള സംശയത്തിലിരിക്കുന്ന പതിനൊരു ഫേസ് ആയിരുന്നു. പക്ഷെ വൺസ് ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് എന്റെ ഫേസ് നല്ല കോൺടോർഡ്, ചിസിൽഡ് ആൻഡ് നല്ല അടിപൊളിയായി. എന്റെ ഫേസ് ഫാറ്റ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തു. അത് ഞാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ. ബിക്കോസ് ഒന്നാമതേ എന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ചെറിയ ഫീച്ചേഴ്സ് ആണ്. അതിന്റെ ഇടയിൽ കൂടി നമ്മൾ ഫേസിലൊക്കെ വണ്ണം വെച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ കൺജസ്റ്റഡ് ആയ മാതിരി തോന്നും. ആ ഒരു അവസ്ഥയൊക്കെ മാറി എന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്നും കൂടി പ്രോമിനന്റ് ആവാനും തുടങ്ങിയതും എന്റെ ജോ ലൈനും എന്റെ ചീക്ക് ബോൺസ് ഒക്കെ ചിസിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ജിമ്മിൽ തന്നെയാണ്. സോ ബോഡീന്റെ കൂടെ നമ്മളുടെ ഫേസും കൂടി നന്നായിട്ട് തന്നെ ട്രാൻസ്ഫോം ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൊണ്ട് നമ്മൾ കുറച്ച് ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടാവണം ഈ ഒരു പോയിന്റ് പറയുമ്പോൾ. ബിക്കോസ് വി ക്യാൻ വർക്ക്ഔട്ട് അല്ലെ. ഒത്തിരി ആൾക്കാർക്ക് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം എന്ന് ഉണ്ടാവണില്ല. ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് മെന്റൽ പ്രോബ്ലംസ് കാരണം, ആ ഒരു ഇഷ്യൂസ് കാരണം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത പല ആൾക്കാരുണ്ടാവും. പക്ഷെ ആ സമയത്ത് വി ആർ ഏബിൾ ടു ഡു വർക്ക്ഔട്ട്. സോ ആ കൈൻഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുക ആ ഒരു കാര്യത്തിന്.
ഓൾസോ നമ്മളുടെ വർക്ക്ഔട്ട് ചെയ്യും തോറും നമ്മളുടെ ലിമിറ്റ്സ് നമുക്ക് മനസ്സിലാവും. നമ്മൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റും, അത്രയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഒരു ബോഡി കപ്പാസിറ്റി കൂടി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് ഒരിക്കലും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, പിള്ളേരെ മാത്രം എടുക്കാനേ പറ്റത്തുള്ളൂ, എന്റെ വെയിറ്റ് എന്ന് പറയുന്ന പരിപാടി എനിക്ക് തീരെ പറ്റത്തില്ല, സ്റ്റാമിന വളരെ കുറവാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ എന്നെ പറ്റി തന്നെയുള്ള എസംഷൻസ് തെറ്റായിരുന്നു എന്നുള്ളത് ഞാൻ ജിമ്മിൽ പോയിട്ട് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ശേഷമാണ്. ബിക്കോസ് ഐ ഹാവ് വെരി ഗുഡ് സ്റ്റാമിന ആൻഡ് എനിക്ക് കൂടുതൽ വർക്ക്ഔട്ട് ഐ മീൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഒരു ധാരണ അല്ലെങ്കിൽ എനിക്കൊരു റിയലൈസേഷൻ വന്നത് നമ്മൾ ജിമ്മിൽ പോയപ്പോഴാണ്. സോ നമുക്ക് നമ്മുടെ ഒരു ബോഡിയുടെ കപ്പാസിറ്റി റിയലൈസ് ചെയ്യാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ജിമ്മിൽ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആവും, നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഒരു സിസ്റ്റമാറ്റിക് ആവും. ബിക്കോസ് ഇപ്പൊ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട്. ഇതിന് നമുക്ക് ഇപ്പൊ ഇത്ര മണിക്ക്, ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ എണീക്കണം, മോന് മീൻസ് ഫുഡൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം മോനെ സ്കൂളിൽ വിടണം, ജിമ്മിൽ പോകണം, വരണം, കുളിക്കണം, ഉച്ചത്തേക്കുള്ള സെറ്റ് ചെയ്യണം, ജോലിക്ക് എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ ഐ ഹാവ് എ റൂട്ടീൻ. പണ്ട് എനിക്ക് അങ്ങനെയൊന്നും ആയിരുന്നില്ല, എപ്പോഴൊക്കെയോ ഉറങ്ങുന്നു, എപ്പോഴൊക്കെയോ എണീക്കുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് അൺഓർഗനൈസ്ഡ് ആയിരുന്നു മുന്നേ, ബട്ട് നൗ ഇറ്റ് ഇസ് ലൈക്ക് പ്രോപ്പർലി ഓർഗനൈസ്ഡ്. ഇപ്പൊ നമ്മളൊരു വീക്കെൻഡ് തീരുമ്പോൾ, അതായത് സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം നേരത്തെ കിടന്നുറങ്ങാൻ തോന്നും. ബിക്കോസ് നമുക്ക് നാളെ രാവിലെ ജിമ്മിൽ പോകേണ്ടതാണ്, നമുക്ക് വേറെ 100 കാര്യങ്ങളുള്ളതാണ്. സോ എവറിത്തിങ് വിൽ ബി ഓർഗനൈസ്ഡ് ആൻഡ് എവറിത്തിങ് വിൽ ബി പ്ലാൻ. സോ ദാറ്റ് ഈസ് വെരി ഗുഡ് അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെയും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മുടെ ബോഡീന്റെ വെയിറ്റ് കുറയുന്നതും നമ്മുടെ ബോഡിയുടെ ഇഞ്ചസ് കുറയുന്നതും ഒക്കെ കാണുമ്പോഴത്തേക്കും ഇറ്റ്സ് സച്ച് എന്താ പറഞ്ഞാൽ അടിപൊളി മോട്ടിവേഷൻ ആണ്. നമ്മൾ മിററിൽ തന്നെ നോക്കുമ്പോഴത്തേക്കും വി ഫീൽ സോ ഗുഡ്. ഞാൻ എന്റെ ജിമ്മിൽ മീൻസ് ഏത് ജിമ്മിൽ കഴിഞ്ഞ വർഷം ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ അവിടെ ഞാൻ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഫോട്ടോസ് എടുക്കും. ഡെയിലി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വ്യത്യാസം ശരിക്കും നമ്മുടെ ബോഡിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ദാറ്റ് ഈസ് സോ ഗുഡ് അല്ലേ. എനിക്ക് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഭയങ്കര സോഷ്യൽ മീഡിയയും ഭയങ്കര ടെക്നോളജീസും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. സോ ഐ ആം ലൈക്ക് പ്രോപ്പർലി യൂട്ടിലൈസിങ് ഇറ്റ്. പിന്നെ വർക്ക്ഔട്ട്സിന്റെ വീഡിയോസ് എടുക്കാറുണ്ട്, ഞാൻ എല്ലാ ദിവസവും ഫോട്ടോസ് എടുക്കാറുണ്ട്, വീഡിയോസ് എടുക്കാറുണ്ട്. സോ ദാറ്റ് ആ ചേഞ്ച് നമുക്ക് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ച്, നമുക്ക് കപ്പാസിറ്റീസിൽ നമ്മുടെ ബോഡി കപ്പാസിറ്റിയിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര മോട്ടിവേഷൻ ആണ് നമുക്ക് സ്വന്തമായിട്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ് തിങ്. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നമ്മുടെ വർക്ക് ഔട്ട് ഉണ്ടല്ലോ, നമ്മളുടെ മെമ്മറിന്റെ ഒരു മെമ്മറി ഷാർപ്പൺ ചെയ്യാനും ബ്രെയിൻ പവർ ബൂസ്റ്റ് ചെയ്യാനും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. വിച്ച് ഇസ് എ വെരി അടിപൊളി തിങ് അല്ലെ. അടിപൊളിയാണത്. വർക്ക്ഔട്ട് കൊണ്ട് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ തന്നെ അറിയണ്ടായിരുന്നില്ല അല്ലെ. നമ്മൾ പലതും ചെയ്യും, ചിലതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യെങ്കിലും ഇത്രയും അടിപൊളി കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുള്ളതും നമുക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മുടെ മെമ്മറിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും നമ്മുടെ ബ്രെയിനിന്റെ കാര്യത്തിനും എല്ലാം നല്ലതാണ് അല്ലെ. സോ അടിപൊളി. ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് യു വിൽ ബി ഡെഫിനറ്റ്ലി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. അതായത് നമ്മളുടെ ഒരു ലിമിറ്റ് പുഷ് ചെയ്ത് നമ്മളുടെ ഡേ ഒക്കെ നമ്മൾ മീൻസ് വ്യത്യാസങ്ങൾ വരുത്തി, നമ്മുടെ ടൈം ടേബിളിന് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് നമുക്ക് റിസൾട്ട് കാണുമ്പോഴത്തേക്കും വി ഫീൽ സോ പ്രൗഡ് ഓഫ് അവർ സെൽഫ് എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ബിക്കോസ് ഐ എം വെരി കൺസിസ്റ്റന്റ്. അതെന്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ പറയാനുണ്ട്, ഐഷുടെ ഡെഡിക്കേഷൻ, ഐഷുടെ കൺസിസ്റ്റൻസി ഈസ് അപ്രീഷിയബിൾ. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ കണ്ണാടിയിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ലെവലാണ്. ബിക്കോസ് നമ്മളുടെ പല ലിമിറ്റ്സുകളും പുഷ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈസി ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ദാറ്റ് ഈസ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. പക്ഷെ നമ്മൾ മാനേജ് ചെയ്യുന്നതിലാണ് അതിന്റെ മിടുക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ തന്നെ കാണുമ്പോഴത്തേക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അമേസിങ് അല്ലെ. വി ആർ ഡൂയിങ് ഗുഡ്. നമ്മൾ ചെയ്യുന്നത് അടിപൊളി ആയതുകൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോഴത്തേക്കും നല്ല മോട്ടിവേറ്റ്, നമ്മൾ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെ. ആൻഡ് നമുക്കൊരു സെൽഫ് വർത്ത് നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ഒരു ഡെഡിക്കേഷൻ, നമ്മളിടുന്ന ഡെഡിക്കേഷൻ, നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ ഹാർഡ് വർക്ക് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളെ കാണുമ്പോഴത്തേക്കും. സോ ഓട്ടോമാറ്റിക്കലി വി ഫീൽ പ്രൗഡ് ഓഫ് അവർ സെൽഫ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ വീഡിയോസിനൊക്കെ ഭയങ്കര ലവ് ആൻഡ് സപ്പോർട്ട് എല്ലായിടത്തും കിട്ടുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് എക്സ്ട്രാ ഓർഡിനറി എന്ന് തന്നെ പറയാം. സോ ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായതായിട്ടുള്ള പല കാര്യങ്ങൾ. വൈ യു ഷുഡ് വർക്ക് ഔട്ട് ഉള്ളത്. അപ്പൊ ഇന്ന് ജിമ്മിൽ ജോയിൻ ചെയ്യണം, നാളെ ജിമ്മിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ വർക്ക് ഔട്ട് ചെയ്തു തുടങ്ങണം, അപ്പൊ നാളെ വർക്ക് ഔട്ട് ചെയ്തു തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, 1-ാം തീയതിക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത്. ഇന്ന് അതായത് ഇന്നിപ്പോ വൈകുന്നേരം ആയി, അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വൈകുന്നേരം പോയിട്ട് ജോയിൻ ചെയ്ത് വെക്കുക, നാളെ നിങ്ങൾ പോയി തുടങ്ങാം. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജാനുവരി 1-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. എല്ലാ മാസത്തിലെയും 1-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു മാസത്തിൽ 15-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. എന്നാണ് നിങ്ങൾക്ക് പോകാൻ വേണ്ടി തോന്നുന്നത് അപ്പൊ നിങ്ങൾ പോയി ജോയിൻ ചെയ്യുക. പിറ്റേ ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് നാളെ നീളെ എന്നാണല്ലോ പറയുന്നത്. സോ നമ്മൾ നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, 1-ാം തീയതി ആവട്ടെ, 15-ാം തീയതി ആവട്ടെ, ജാനുവരി 1 ആവട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. എന്റെ പോളിസി അങ്ങനെയാണ്. ഞാൻ എല്ലാവരോടും അതാണ് പറയാനുള്ളത്. ഇന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ ഇന്ന് പോയി ജോയിൻ ചെയ്യുക. ഞാൻ ഫസ്റ്റ് ആയിട്ട്
ജിമ്മിൽ ജോയിൻ ചെയ്ത ഡേറ്റ് വന്നിട്ട് August 21 ആയിരുന്നു. ഇറ്റ്സ് എ റാൻഡം ഡേ. ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ദി ഇയർ അല്ല, ബിഗിനിങ് ഓഫ് എ മന്ത് അല്ല, മിഡ് ഓഫ് എ മന്ത് അല്ല. ഐ ജസ്റ്റ് വെന്റ്. എനിക്ക് തോന്നണം ജോയിൻ ചെയ്യണം എന്ന് തോന്നി, ഞാൻ ജോയിൻ ചെയ്തു, പോയി, അത്രേ ഉള്ളൂ. അപ്പൊ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് പോയണമെങ്കിൽ ഇന്ന് പോയി ജോയിൻ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ നാളത്തേക്കും 1-ാം തീയതിക്കും 15-ാം തീയതിക്കും ജാനുവരി 1-ാം തീയതിക്കും വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. യു വിൽ ബി ഹാപ്പി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ. ആൻഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ്, ഈ വർക്കിംഗ് ഔട്ട് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, ഇറ്റ്സ് എ ജേർണി. അപ്പൊ നമ്മളൊരു സർട്ടൺ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് നിർത്താൻ പറ്റത്തില്ല. അത് നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്റെ അടുത്ത് ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, ഇത് എക്സ്പെൻസീവ് അല്ലേ, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട്, ജിം എക്സ്പെൻസീവ് അല്ലേ. എടാ, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് കളയേണ്ട പൈസ നമുക്ക് ജിമ്മിൽ അത്രയൊന്നും ആവത്തില്ല. അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇറ്റ്സ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഹെൽത്ത് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഇറ്റ്സ് എ ജേർണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും മോട്ടിവേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.